അവസാന കാലത്ത് ബഷീർ അധികമൊന്നും എഴുതിയിരുന്നില്ല. ഇതേക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ ബഷീർ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ്, അത് കഴിയട്ടെ. അമ്പരപ്പോടെ നിന്ന അയാളോട് ബഷീർ ഇപ്രകാരം തുടർന്നു. കാറ്റ് മരങ്ങളിലും മേഘങ്ങൾ ആകാശങ്ങളിലും മീനുകൾ വെള്ളത്തിലും എഴുതുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാ. സാഹിത്യത്തെക്കുറിച്ച് ബഷീറിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാനും നീയും ചേർന്ന് ഞങ്ങളും നിങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല വേണ്ടത്, പിന്നെയോ ഞങ്ങളും നിങ്ങളും ചേർന്ന് നമ്മൾ എന്ന വലിയ ഒന്നായി തീരുകയാണ് വേണ്ടത്. ബഷീറിൻ്റെ വാക്കുകളിലും വരികളിലും നമ്മൾ തിരിച്ചറിഞ്ഞതും ഇതുതന്നെയായിരുന്നു. ബഷീർ കൃതികൾ വായിക്കുമ്പോൾ വായനക്കാരൻ്റെ അനുഭവവും എഴുത്തുകാരൻ്റെ അനുഭവവും ചേർന്ന് വലിയ ഒന്നായി തീരുകയാണ് ഉണ്ടായത്. സ്നേഹമെന്ന വികാരത്തിന് ബഷീർ പ്രത്യേക പരിഗണനയാണ് നൽകിയത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സാഹിത്യത്തിൽ സ്നേഹത്തിൻ്റെതായ ഒരു ഭാഷ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ബഷീർ എഴുതിയതെല്ലാം അദ്ദേഹത്തിൻ്റെ നേരനുഭവങ്ങളാണ്. അവ നനവ് പറ്റാതെ വായനക്കാരിലേക്ക് എത്തണമെങ്കിൽ അത് സംസാര ഭാഷയിലായിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ധാരാളം വാമൊഴി പ്രയോഗങ്ങളും ശൈലികളും പ്രയോഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. അവ ബഷീർ കൃതികളെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു. ബഷീറിൻ്റെ ചില സ്റ്റൈലൻ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഒന്നും കൂട്ടിയാൽ എത്രയാണടാ എന്ന ഗുരുനാഥൻ്റെ ചോദ്യത്തിന് ഇമ്മിണി ബല്യൊന്ന് എന്ന ഉത്തരം പറഞ്ഞ മജീദ്. യേശു മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന് ചോദിക്കുന്ന കള്ളൻ തോമ. കുഞ്ഞിപ്പാത്തുമ്മയുടെ അടച്ചിട്ട മുറി തുറന്നപ്പോൾ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നു പറഞ്ഞ കോളേജ് പ്രൊഫസറായ സൈനുൽ ആബിദ്. കാമുകിക്ക് മുന്നിൽ തലകുത്തി നിൽക്കുന്ന കാമുകൻ കേശവൻ നായർ. കൂരാക്കൂരിരുട്ടത്ത് ചാണകക്കൂമ്പാരമാണെന്ന് കരുതി മൺവെട്ടികൊണ്ട് ആനയെ വെട്ടിയ ചാണകക്കള്ളൻ ആനവാരി രാമൻ നായർ. ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് വീമ്പു പറയുന്ന കുഞ്ഞിത്താച്ചുമ്മ. ഡോക്ടറെ കൊണ്ടുവരാതെ പ്രസവിക്കുകയില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന ഗർഭിണിയായ ഐഷുക്കുട്ടി. പൂവൻ പഴത്തിന് ശാഠ്യം പിടിച്ച് അവസാനം ഓറഞ്ച് പൂവൻ പഴമാണ് എന്ന് പറഞ്ഞു കഴിക്കുന്ന ജമീല ബീവി. പ്രേമഭാജനത്തിന് പ്രേമോപഹാരമായി കക്കൂസ് സമർപ്പിക്കുന്ന കാമുകൻ നിസാർ അഹമ്മദ്. സംഗതി അറിഞ്ഞ എന്ന് ചോദിച്ച് എവിടെയും ഓടിയെത്തുന്ന എട്ടുകാലി മമ്മൂഞ്ഞ്. ഇങ്ങനെ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ബഷീറിൻ്റെ സാഹിത്യ സപര്യയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. ബഷീറിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ശബ്ദങ്ങൾ, മതിലുകൾ, ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, ആനവാരിയും പൊൻകുരിശും, താര സ്പെഷ്യൽസ്, മാന്ത്രിക പൂച്ച, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നിവയാണ്. ആനപ്പൂട, ഓർമ്മക്കുറിപ്പ്, ജന്മദിനം, വിശ്വവിഖ്യാതമായ മൂക്ക്, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, നീലവെളിച്ചം, വിഡ്ഢികളുടെ സ്വർഗം, ശിങ്കിടി മുങ്കൻ, സ്വാതന്ത്ര്യ സമര കഥകൾ എന്നിവയാണ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകൾ. ബഷീർ എഴുതിയ ഒരേ ഒരു നാടകം കഥാബീജം. ബഷീറിൻ്റെ ലേഖനങ്ങൾ ധർമ്മരാജ്യം, അനർഘ നിമിഷങ്ങൾ, ജീവിതം ഒരനുഗ്രഹം. ബഷീർ രചിച്ച തിരക്കഥ ഭാർഗവീ നിലയം. ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ. ലളിതവും സരസവുമായ ഭാഷയിലൂടെ എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ. ബഷീറിനെ ഇത്രമേൽ സ്വീകാര്യനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയാണ്. ബഷീർ സൃഷ്ടിച്ച ഭാഷ വായനക്കാരൻ്റെ ഹൃദയവുമായി സംവദിച്ചു. സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യവും. ജീവിതത്തിൽ താൻ കണ്ടും കേട്ടും പരിചയിച്ച സത്യങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം. ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരായ കഥാപാത്രങ്ങളും ബഷീർ കൃതികളെ കാലത്തിനപ്പുറത്തേക്ക് നയിക്കുന്നു. ഇന്ന് ജൂലൈ 5. പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനം മാസികയിൽ തീപ്പൊരി ലേഖനങ്ങൾ എഴുതിയിരുന്ന ബേപ്പൂരിൻ്റെ സുൽത്താൻ എന്നും ചെറുകഥകളുടെ സുൽത്താൻ എന്നും നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ച ആ മഹാകാഥികൻ്റെ ഓർമ്മ ദിവസം.